നിർവിദ്യവാദി പാശ്ചാത്യദേശകാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ നീലാചലനിവാസായ നിത്യായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനർപ്പിത ചരിഞ്ചിരാത് കരുണയാ അവതീർണ കലോ സമർപ്പയിതും ഉന്നതോജ്ജലരസാം സ്വഭക്തി ശ്രിയം ഹരിപുരട സുന്ദര ദിദികദംബ സന്ദീപിത സദാ ഹൃദയ കന്ദരേ സ്ഫുരതു വാശചീനന്ദന രാധാകൃഷ്ണ പ്രണയ വികൃതിർഹ്ലാദിനി ശക്തിരസ്മാത് ഏകാത്മാനോ അപി ഭുവി പുരാ ദേഹഭേദം ഗദൗതം ചൈതന്യാഖ്യം പ്രകടമധുനാ തദ്വയം ചൈക്യമാപ്തം രാധാഭാവദ്യുതി സുവലിതം നൗമി കൃഷ്ണസ്വരൂപം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ അദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ. ഇനി നമ്മള് 3-ാം അധ്യായത്തിലെ ആദിലീല 3-ാം അധ്യായം 38-ാമത്തെ ശ്ലോകം. ഇദാനീം ദ്വാപരേ തിൻഹോ കൈലാ കൃഷ്ണവർണ്ണ ഈ സഭശാസ്ത്രാഗമാ പുരാണേര മർമ്മ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ചൊല്ലുന്നെങ്കിൽ ചൊല്ലും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദാനീം ദ്വാപരേ തിൻഹോ കൈലാ കൃഷ്ണവർണ്ണ യേയി സഭാ ശാസ്ത്രാഗമ പുരാണേരമർമ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാതാജി. ഹരേ കൃഷ്ണ. ചൊല്ലിക്കൊള്ളു. ഇദാനീം ദ്വാപരേ തിൻഹോ ഹൈലാ കൃഷ്ണവർണ്ണ യേയി സഭശാസ്ത്ര പുരാണേരമർമ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദാനീം ദാപരേ തിൻഹോ ഹൈലാ കൃഷ്ണവർണ്ണ യേയി സഭശാസ്ത്രാഗമ പുരാണേരമർമ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇദാനീം ദ്വാപരേ തിൻഹോ ഹൈലാ കൃഷ്ണവർണ്ണ യേയി ശാസ്ത്രാഗമ പുരാണേര മർമ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇദാനീം ദ്വാപരേ തിൻഹോ ഹൈലാ കൃഷ്ണവർണ്ണ യേയി സഭാശാസ്ത്രാഗമ പുരാണേ മർമ്മ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇദാനീം ഇപ്പോൾ, ദ്വാപരേ യുഗത്തിൽ, തിൻഹോ അവിടുന്ന്, കൈല ആയിരുന്നു, കൃഷ്ണവർണ്ണ കറുപ്പു നിറം, ഏയി ഇവ, സഭ എല്ലാ ശാസ്ത്ര ആഗമ വൈദിക സാഹിത്യങ്ങളും, പുരാണേര
പുരാണങ്ങളുടെ മർമ്മ അന്തർഭാഗം. വിവർത്തന ഭാവാർത്ഥം ശ്രീല പ്രഭുവാദരുടേത്. ശ്രീല പ്രഭുവാദി ജയ്. ഇപ്പോൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തിൽ അവതാരം ചെയ്തിരിക്കുന്നു. പുരാണങ്ങളുടെയും ഇതര ശാസ്ത്രാഗമങ്ങളുടെയും ഇത് സംബന്ധിച്ചുള്ള സാരാംശം ഇതാണ്. ഇപ്പോൾ ദ്വാപരയുഗത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഏതു നിറത്തിലാ വന്നത്? ശ്യാമ നിറം, കറുപ്പും നിറത്തില്, ഇല്ലേ? പുരാണങ്ങളിലും മറ്റ് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. ഭഗവാന് ശ്യാമസുന്ദരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് 39ാമത്തെ ശ്ലോകം. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിഭിർ അംഗൈശ്ച ലക്ഷണൈർ ഉപലക്ഷിതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. ദ്വാപരേ ഭഗവാൻ ശ്യാമ പീതവാസ നിജായുധ ശ്രീവത്സാദിഭിർ അംഗൈശ്ച ലക്ഷണൈർ ഉപലക്ഷിത. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്യാമവർണ്ണത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. പീതാംബരങ്ങളും സ്വന്തം ആയുധങ്ങളും ധരിച്ച അവിടുന്ന് കൗസ്തുഭരത്നത്താലും ശ്രീവത്സ മുദ്രകളാലും അലങ്കൃതനാണ്. ഇവയാണ് അവിടുന്നിനെ കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിൽ, അതായത് ഏകാദശ സ്കന്ധം 5-ാം അധ്യായം 27ാമത്തെ ശ്ലോകത്തിൽ നിന്നുള്ള ഈ ശ്ലോകം ഭഗവാന്റെ വിവിധ യുഗങ്ങളിലെ വ്യത്യസ്ത സവിശേഷതകളെ കുറിച്ച് നവയോഗേന്ദ്രന്മാരിൽ ഒരുവനായിരുന്ന കരഭാജന മുനി നിമി മഹാരാജാവിന് വിശദീകരണം നൽകിയപ്പോൾ പറഞ്ഞതാണ്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദ്വാപരയുഗത്തിലെ ഭഗവാൻ കറുപ്പ് നിറത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. മഞ്ഞപ്പട്ട് ധരിച്ച്, അതുപോലെ തന്നെ ആയുധങ്ങൾ എന്താണ്? ഇവിടെ സ്വന്തം ആയുധങ്ങളും ധരിച്ച അവിടുന്ന് കൗസ്തുഭരത്നത്താലും ശ്രീവത്സ മുദ്രകളാലും അലങ്കൃതനാണ്. ദേവകി മാതയുടെ മുൻപില് ആദ്യമായിട്ട് അവതരിച്ചത് എങ്ങനെയാണ്? ചതുർഭുജ രൂപത്തില്, ഇല്ലേ? ശംഖചക്ര ഗദ പങ്കജത്തോടെയാണ് അവതരിച്ചത്. അപ്പൊ ദേവകി മാത എന്താ പറഞ്ഞത്? ഈ ഭൗതിക ലോകത്തിലെ ശിശുക്കൾ ഇങ്ങനെയല്ല പിറക്കുക. 2 കൈയുള്ള ഒരു ചെറിയ കുഞ്ഞായിട്ടാണ് ഇവിടെ എല്ലാവരും ജനിക്കുന്നത്. ഈ രൂപം കണ്ടാല് എല്ലാവർക്കും മനസ്സിലാവും അവിടുന്ന് ആരാണെന്ന്. അത് തന്നെയുമല്ല, കംസന നിമിഷം അങ്ങയെ പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് വേഗം സാധാരണ ശിശുവിന്റെ രൂപം കൈക്കൊള്ളണം. അങ്ങനെ ദേവകി മാതയുടെ അപേക്ഷ പ്രകാരമാണ് ഭഗവാന് 2 കൈയുള്ള രൂപം, അതായത് ഒറിജിനൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം എന്താണോ അത് കൈക്കൊണ്ടത്. ഇത് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്? ഭഗവാന്റെ വിവിധ യുഗങ്ങളിലെ ഓരോ യുഗങ്ങളിലും ഭഗവാൻ ഓരോ തരത്തിലാണ് അവതരിക്കുക, ഇല്ലേ? ത്രേതായുഗത്തിലെ ശ്രീരാമനായിട്ട് വന്നു, ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട്, കലിയുഗത്തിലെ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട്, ഇങ്ങനെ യുഗാവതാരങ്ങൾ പലതാണ്. അപ്പൊ ഓരോ യുഗത്തിലും അതിനനുസരിച്ചിട്ടുള്ള വേഷമാണ് ഭഗവാൻ കൈക്കൊള്ളുന്നത്. അപ്പൊ ഇവിടെ സ്വന്തം ആയുധങ്ങളുണ്ട്. അതായത് പിന്നെ കൗസ്തുഭരത്നം. കൗസ്തുഭരത്നം എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കൗസ്തുഭരത്നം ഭഗവാന്റെ അടയാളമാണ്, ഇല്ലേ? അതുപോലെ ശ്രീവത്സം എന്ന് പറഞ്ഞാല് ലക്ഷ്മി ദേവിയുടെ അടയാളമാണ്. ഈ ശ്രീവത്സ മുദ്രകളാലും കൗസ്തുഭരത്നത്താലും അലങ്കരിക്കപ്പെട്ടവനായിട്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇങ്ങനെയാണ് ഭാഗവതത്തില് പറഞ്ഞിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നതാണ്? കരഭാജന മുനി നിമി മഹാരാജാവിന് വിശദീകരണം നൽകുന്നതാണ്. കരഭാജന മുനി ആരാണ്? ഋഷഭദേവന്റെ 9 മക്കളിൽ ഒരാളാണ്. ഋഷഭദേവന്റെ മക്കളാണ് നവയോഗീന്ദ്രന്മാരെന്ന് അറിയപ്പെടുന്നത്. അവർ 9 പേരാണ്. അതിൽ ഒരാളാണ് കരഭാജന മുനി. ഇനി അടുത്ത ശ്ലോകം 40. കലിയുഗേ യുഗധർമ്മ നാമേര പ്രചാര തഥീലാഗി പീതവർണ്ണ ചൈതന്യാവതാര. ഹരേ കൃഷ്ണ. വിവർത്തനം. ദിവ്യനാമ മഹിമ പ്രചരണമാണ് കലിയുഗത്തിലെ യുഗധർമ്മം. ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഭഗവാൻ പീതവർണ്ണത്തിൽ ശ്രീ ചൈതന്യ. കലിയുഗത്തിന്റെ യുഗധർമ്മം എന്ന് പറയുന്നത് സങ്കീർത്തന യജ്ഞമാണ്. മറ്റു യുഗങ്ങളില് തപസ് ചെയ്യാന് ധ്യാനം, സത്യയുഗത്തിലെ ധ്യാനമായിരുന്നു, ഇല്ലേ? അന്ന് 1,00,000 വർഷം ആയുസ്സാണ്. അവരെ തപസ് ചെയ്തും
ധ്യാനം മെഡിറ്റേഷനിൽ ഏർപ്പെട്ടുമൊക്കെ 60,000, 70,000, 80,000 വർഷങ്ങൾ കഴിച്ചുകൂട്ടി. ഇത്രയും ആയുസ് കിട്ടിയിട്ട് മനുഷ്യൻ എന്താ ചെയ്യുക അല്ലേ? അപ്പൊ അങ്ങനെ അവര് തപസ് ചെയ്ത് ഓരോ വരങ്ങൾ വാങ്ങിക്കാനാണ് അവര് ആ ദീർഘകാല അളവ് ഉപയോഗിച്ചത്. പക്ഷെ ത്രേതായുഗം വന്നപ്പോൾ അത് എത്രയായി? ഓരോ യുഗം കഴിയും തോറും ഓരോ പൂജ്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ആയുസ് കുറയുന്നു. അപ്പൊ ത്രേതായുഗത്തില് എന്തായിരുന്നു? യജ്ഞം, യാഗം മുതലായവയില് ഏർപ്പെട്ടു. ദ്വാപരയുഗത്തിലാണെങ്കിലോ അർച്ചാവിഗ്രഹത്തെ ആരാധിക്കലായിരുന്നു. പിന്നീട് കലിയുഗം വന്നപ്പോൾ വെറും 100 വയസ്സായി മനുഷ്യന്റെ ആയുസ്. അപ്പൊ ഇത് ഒന്നിനും പറ്റില്ല. ധ്യാനത്തിന്, തപസ് ചെയ്യാൻ ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും കലിയുഗത്തിലില്ല. ആകെ ബഹളമയമാണ് ജനങ്ങൾ, പരക്കം പായുകയാണ് ജനങ്ങൾ. അതിൻ്റെ ഇടയിൽ അവർക്ക് ധ്യാനിക്കാൻ എവിടെയാ സമയം? അതിനുള്ള സാഹചര്യങ്ങളുണ്ടോ? ഇല്ല. അപ്പൊ അത് കാരണം കലിയുഗത്തിന്റെ യുഗധർമ്മം എന്ന് പറയുന്നത് എന്താണ്? നാമസങ്കീർത്തനം, അതായത് സങ്കീർത്തന യജ്ഞമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപമാണ് കലിയുഗത്തിലെ ജനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്, അത് എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീതവർണ്ണത്തിൽ, അതായത് മഞ്ഞ നിറം, ഉരുകിയ സ്വർണത്തിന്റെ നിറത്തില് ശ്രീകൃഷ്ണ ഭഗവാന് അവതരിച്ചത്. കലിയുഗത്തിൽ ഭഗവാന്റെ നാമസങ്കീർത്തനമാണ് ഏവർക്കും പ്രായോഗികമായ ധർമ്മം. ഈ യുഗത്തിൽ ശ്രീ ചൈതന്യനാണ് ഇത് അവതരിപ്പിച്ചത്. ഭക്തിയോഗം യഥാർത്ഥത്തിൽ ദിവ്യനാമ കീർത്തനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് മധ്വാചാര്യർ മുണ്ടകോപനിഷത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം നാരായണ സംഹിതയിൽ നിന്ന് താഴെ കൊടുത്തിട്ടുള്ള ശ്ലോകം ഉദ്ധരിക്കുന്നു. ദ്വാപരീയർ ജനൈർ വിഷ്ണു പഞ്ചരാത്രൈസ്തു കേവലൈർ കലൗതു നാമ മാത്രേണ പൂജ്യതേ ഭഗവാൻ ഹരി. ദ്വാപരയുഗത്തിൽ ജനങ്ങൾ നാരദ പഞ്ചരാത്രത്തിലെയും മറ്റും വിധിപ്രകാരം മാത്രം വിഷ്ണുവിനെ ആരാധിക്കണം. എന്നാൽ കലിയുഗത്തിൽ ജനങ്ങൾ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ കീർത്തനം ചെയ്യുക മാത്രം മതിയാകും. ഹരേ കൃഷ്ണ മന്ത്രം പല ഉപനിഷത്തുകളിലും പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നു. കലിസന്ധരണ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഷോഡശകം നാംന കലികൽമഷനാശനം നാഥ പരതരോപായ സർവവേദേഷു ദൃശ്യതേ. എല്ലാ വേദസാഹിത്യങ്ങളിൽ പരിശോധിച്ചാലും ഒരുവനെ യുഗത്തിൽ ഹരേ കൃഷ്ണ ജപത്തേക്കാൾ ശ്രേഷ്ഠമായ ധാർമ്മിക സമ്പ്രദായം കണ്ടെത്താൻ കഴിയുകയില്ല. കലിയുഗത്തിലെ ജനങ്ങൾ എങ്ങനെയുള്ളവരാണ് നമുക്കറിയാം. മന്ദ സുമന്ദ മതയോ മന്ദഭാഗ്യ അല്ലേ? ഭാഗ്യഹീനരാണ്. അതുപോലെ തന്നെ മന്ദബുദ്ധികളാണ്. മന്ദബുദ്ധികൾ പറഞ്ഞാല് നമുക്ക് ബുദ്ധിയില്ല എന്നല്ല അർത്ഥം. പിന്നെ ആധ്യാത്മികമായി നമ്മള് മന്ദബുദ്ധികളാണ് അല്ലേ? ആധ്യാത്മിക പാതയിൽ എത്ര പേര്, കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. പക്ഷെ ഇതിൽ എത്ര പേര് ആധ്യാത്മിക പാതയിൽ വരുന്നുണ്ട്? വളരെ കുറച്ചു പേർ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഭൗതികമായിട്ടുള്ള ആ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ മുഴുകി കഴിയുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇതിനൊന്നും സമയമില്ല. കലിയുഗത്തിലെ ജനങ്ങൾക്ക് എന്തിനോ വേണ്ടിയിട്ട് പരക്കം പായുകയാണ്. എന്താണെന്നറിയില്ല. ഒരാൾ ഓടുന്നത് കണ്ടാൽ പിന്നാലെ ഓടും. എന്തിനെ ഓടുന്നതും പോലും അന്വേഷിക്കില്ല. അതാണ് കലിയുഗത്തിലെ ജനങ്ങളുടെ പ്രത്യേകത. എല്ലാവരും തിരക്കിലാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ അവർക്ക് ഭഗവാനെ വിളിക്കാനോ ഭഗവാന് വേണ്ടി ചെലവഴിക്കാനോ ആർക്കും സമയമില്ല. ഇനി അടുത്ത ശ്ലോകം 41. തപ്തഹേമ സമകാന്തി പ്രകാണ്ഡ ശരീര നവമേഘജിനി കണ്ഠധ്വനീയേ ഗംഭീര. ഹരേ കൃഷ്ണ. മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. സപ്തഹേമ സമാകാന്തി പ്രകണ്ഡ ശരീര നവഹേമ ജിനി കണ്ഠധ്വനി ഏ ഗംഭീര. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. സപ്തഹേമ പറഞ്ഞാല് ഉരുകിയ സ്വർണം പോലെ. സമകാന്തി അതേ പ്രഥം. പ്രകാണ്ഡ ഉഗ്രമായ ശരീരം. നവമേഘ പുതിയ മേഘങ്ങൾ. ജിനി കീഴടക്കുക. കണ്ഠധ്വനി ശബ്ദത്തിന്റെ മുഴക്കം. അത്. ഗംഭീരം. അവിടുത്തെ വിശാലമായ തിരുമേനിയുടെ കാന്തി ഉരുകിയ സ്വർണത്തിന് സമാനമാണ്. അവിടുത്തെ ഘനഗംഭീര ശബ്ദം ഇടിമുഴക്കത്തെയും കീഴടക്കുന്നു. അപ്പൊ മഹാപ്രഭുവിന്റെ ആ
സൗന്ദര്യം എന്ന് പറയുന്നത് ഭഗവാനെ പോലും വെല്ലുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാനെക്കാട്ടിലും സൗന്ദര്യമാണ് ആർക്ക്? ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്. കാരണം എന്താണ്? രാധാറാണിയുടെ ഭാവം സ്വീകരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാപ്രഭുവിന്റെ ശബ്ദം എന്ന് പറഞ്ഞാല് നല്ല മുഴക്കമുള്ള ശബ്ദമാണ്, ഘനഗംഭീരമാണ് മഹാപ്രഭുവിന്റെ ശബ്ദം. അത് ഇടിമുഴക്കത്തെ പോലും തോൽപ്പിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. ദൈർഘ്യ വിസ്താരേ ഹസ്തഹയ മഹാപുരുഷ വിഖ്യാത. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 42. ദൈർഘ്യ വിസ്താരേ അവാനാരഹത ചാരിഹസ്തഹയ മഹാപുരുഷ വിഖ്യാത. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ദൈർഘ്യ ഉയരത്തിൽ മഹാപ്രഭുവിന് 8 അടി ഉയരമായിരുന്നു. വിസ്താരെ വണ്ണത്തിലും. ആര്? ആപ്പനാര അവിടുത്തെ സ്വന്തം. ഹാത കരം. ചാരി 4. ഹസ്ത കൈയളവ്. കയ ആകുന്നു. മഹാപുരുഷ ഒരു മഹാവ്യക്തിത്വമായി. വിഖ്യാത കീർത്തിക്കപ്പെടുക. സ്വന്തം മുഴങ്കൈയുടെ 4 ഇരട്ടി ഉയരവും വണ്ണവുമുള്ള ഒരുവൻ ഒരു മഹാപുരുഷനായിട്ട് പ്രകീർത്തിക്കപ്പെടുന്നു. അപ്പൊ മഹാപ്രഭു മഹാപുരുഷനായിരുന്നു. 8 അടി ഉയരമാണ്. മഹാപ്രഭുവിന്റെ കാലുകള് കാൽമുട്ടിന് താഴെ കിടക്കും. കണ്ണുകളാണെങ്കിലോ ചെവി വരെ നീണ്ട താമര ഇതൾ പോലുള്ള കണ്ണുകള്. മൂക്കാണെങ്കിൽ എള്ളിൻ പൂവിന്റെ മാതിരിയുള്ള മൂക്ക്. അതുപോലെ തന്നെ തോളുകളാണെങ്കിലും ഇല്ലേ സിംഹത്തിൻ്റെത് പോലുള്ള ശരീരമാണ്. തോളുകളും അതേപോലെ തന്നെ. മുടിയാണെങ്കിലോ ശ്രീകൃഷ്ണ ഭഗവാന്റെ പോലെ തന്നെ കറുത്തിരുണ്ട തോൾ വരെ കിടക്കുന്ന ചുരുണ്ട മുടിയാണ് മഹാപ്രഭുവിന്റെ. ഇതെല്ലാം കണ്ടാല് ഒരു മഹാപുരുഷന്റെ ലക്ഷണങ്ങളാണ് മഹാപ്രഭുവിലെ കാണപ്പെടുക. അതുകൊണ്ട് കാണുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാകും ഇതൊരു അസാധാരണ വ്യക്തിത്വമാണെന്ന്. ഇനി അടുത്ത ശ്ലോകം 43. നിഗ്രോധ പരിമണ്ഡല ഹയതാൻമ നിഗ്രോധ പരിമണ്ഡല തനു ചൈതന്യ ഗുണധാമ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. നഗ്രോധ പരിമണ്ഡല ഹയതാൻജ നാമ നഗ്രോധ പരിമണ്ഡല തനു ചൈതന്യ ഗുണാധാര. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. 43. ഗ്രോധ പരിമണ്ഡല ഹയതാൻര നാമ ഗ്രോധ പരിമണ്ഡല തനു ചൈതന്യ ഗുണാധാമ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നഗ്രോധ പരിമണ്ഡല. നഗ്രോധ പരിമണ്ഡലം. ഹയ ആകുന്നു. താൻഡ്ര അവിടുത്തെ. നാമ നാമം. നഗ്രോധ പരിമണ്ഡല. നഗ്രോധ പരിമണ്ഡലം. തനു ശരീരത്തോടു കൂടിയ. ചൈതന്യ ചൈതന്യ മഹാപ്രഭു. ഗുണധാമ സദ്ഗുണങ്ങളുടെ ധാമം. അപ്പൊ ഇങ്ങനെ ശാരീരിക ലക്ഷണങ്ങളുള്ള കേൾക്കുന്നില്ല മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ഈ പറഞ്ഞ ശാരീരിക ലക്ഷണങ്ങളുള്ള ഒരു വ്യക്തിയെ എന്താ പറയുക? നഗ്രോധ പരിമണ്ഡലം. അതായത് ഒരു മഹാപുരുഷന്റെ എല്ലാ ലക്ഷണങ്ങളും ആ ശരീരത്തിലുണ്ട്. അതാണ് നഗ്രോധ പരിമണ്ഡലം എന്ന പദത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരു മഹാപുരുഷനാണ് ആര്? ശ്രീ ചൈതന്യ മഹാപ്രഭു. സർവ സദ്ഗുണങ്ങളുടെയും മൂർത്തിഭാവമായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് നഗ്രോധ പരിമണ്ഡല ശരീരമാണ് ഉള്ളത്. എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് ആര്? ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പൊ ഭഗവാന്റെ ഗുണങ്ങളെ വിശദീകരിക്കാന് നമ്മൾ പലതരത്തിലും ഭക്തരെ പലതരത്തിലും പലതിനോടും സാമ്യപ്പെടുത്താറുണ്ട് ഭഗവാനെ പുകഴ്ത്താനായിട്ട്. അതുപോലെ ഒരു പദമാണ് ഇവിടെ നഗ്രോധ പരിമണ്ഡലം എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം മായാശക്തിയാൽ ബദ്ധാത്മാക്കളെ പഞ്ചരബദ്ധരാക്കിയിരിക്കുന്ന ഭഗവാനല്ലാതെ മറ്റാർക്കും ഈ ശാരീരിക സവിശേഷതകൾ ഉണ്ടാവുകയില്ല. ഭഗവാന്റെ മായാശക്തി കൊണ്ട് നമ്മളെ ഈ ഭൗതിക ലോകത്തില് കുടുക്കിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള
നമ്മളെ എല്ലാം കൂട്ടിലടച്ചിട്ടിരിക്കുകയാണ്. ഈ ഭൗതിക ലോകമാകുന്ന കിളിക്കൂടിലാണ് നമ്മളെല്ലാം കഴിയുന്നത്. നമുക്ക് ഇതിന് പുറത്തേക്ക് കടക്കണമെന്ന് നമുക്ക് ആർക്കെങ്കിലും താല്പര്യം തോന്നാറുണ്ട്. പുറത്ത് കടക്കാമെന്ന്, ഈ ഭവസാഗരത്തിനപ്പുറം കടക്കണമെന്ന് ഇല്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ഈ ഒരാഗ്രഹം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനല്ലാതെ മറ്റാർക്കും ഇങ്ങനെയുള്ള ശാരീരിക സവിശേഷതകൾ ഉണ്ടാകാൻ വഴിയില്ല. ഈ സവിശേഷതകൾ തീർച്ചയായും സൂചിപ്പിക്കുന്നത് വിഷ്ണുവിന്റെ ഒരു അവതാരത്തെ അല്ലാതെ മറ്റാരെയുമല്ല. അതുകൊണ്ട് ഇത് വേറെ ആരുമല്ല, ഇത് സ്വയം ഭഗവാൻ തന്നെയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇവിടെ വിഷ്ണു ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ വിഷ്ണു എന്ന പദം സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചിരിക്കുന്നത്. വേറെ ആരുമല്ല വന്നിരിക്കുന്നത് എന്നിവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നമ്മളോട് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. അടുത്തത് 44. ആജാനുലംബിത ഭുജ കമല ലോചന തിലഫുലജിനീനാസാ സുധാംശുവദന. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 44. ആജ്ഞാനുലിംബിത ഭുജ കമലലോചന തില കുലാജിനേന സുധാ അംശുവദന. ഹരേ കൃഷ്ണ മണ്ഡലം. ഹരേ ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അജാനുലംബിത ഭുജ കമലലോചന കിലഫുലജിനി നാസാ സുധാംശുവദന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിടുത്തെ ആജാനുലംബിത ഭുജ എന്ന് പറഞ്ഞാല് കാൽമുട്ട് വരെ നീളുന്ന ഭുജങ്ങൾ, കമലലോചന പങ്കജ നേത്രങ്ങളോട് കൂടിയ, തിലഫുല എള്ളുചെടിയുടെ പൂങ്കുല, ജിനി കീഴടക്കുക, നാസ അവിടുത്തെ നാസിക, സുധാംശുവദന അവിടുത്തെ മുഖം ചന്ദ്രനെ പോലെയാണ്. അപ്പൊ മഹാപ്രഭുവിന്റെ കൈകള് കാൽമുട്ട് വരെ നീണ്ടു കിടക്കുന്നതാണ്. കണ്ണുകൾ താമര ഇതളുകൾ പോലെയാണ്. അതുപോലെ തന്നെ നാസിക, മൂക്കാണെങ്കിൽ എള്ളിൻ പൂവിന്റെ സമാനമായിട്ട് തോന്നിക്കും. മുഖമാണെങ്കിൽ ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. ഇനി അടുത്തത് 45. ശാന്തദാന്ത കൃഷ്ണ ഭക്തി നിഷ്ഠാപരായണ ഭക്തവത്സല സുശീല സർവഭൂതേ സമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 45. ശാന്ത ദാന്ത കൃഷ്ണ ഭക്തി നിഷ്ഠ പരായണ ഭക്തവത്സല സുശീല സർവഭൂതേ സമ. ഹരേ കൃഷ്ണ മണ്ഡലം. ഹരേ കൃഷ്ണ. ശാന്ത ശാന്തമായ, ദാന്ത നിയന്ത്രിതമായ, കൃഷ്ണഭക്തി കൃഷ്ണ ഭഗവാന്റെ സേവനത്തിന്, നിഷ്ഠാപരായണ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട, ഭക്തവത്സല ഭക്തന്മാരോട് വാത്സല്യമുള്ള, സുശീല സത് സ്വഭാവം, സർവഭൂതേ എല്ലാ ജീവികളോടും സമതുല്യം. അവിടുന്ന് ശാന്തനും ആത്മനിയന്ത്രണം ഉള്ളവനും കൃഷ്ണഭക്തി പരായണനും തന്റെ ഭക്തന്മാരോട് വാത്സല്യമുള്ളവനും സൗമ്യനും എല്ലാ ജീവികളോടും സമഭാവം ഉള്ളവനുമാണ്. മഹാപ്രഭു വളരെ ശാന്തനാണ്. അതുപോലെ തന്നെ ആത്മനിയന്ത്രണം ഉള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ കൃഷ്ണഭക്തി പരായണൻ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ തന്റെ ഭക്തരോട്, തന്റെ അനുയായികളോടെല്ലാം അങ്ങേയറ്റം വാത്സല്യമുള്ളവനാണ്. അതുപോലെ തന്നെ എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറും, എല്ലാവരെയും ഒരേപോലെ കണക്കാക്കും. ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേകതകൾ. അടുത്തത് 46. ചന്ദനേര അംഗദബാല ചന്ദന ഭൂഷണ നൃത്യകാലേ പരികരേന ശ്രീകൃഷ്ണ സങ്കീർത്തന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ചന്ദനേര അംഗദാബാല ചന്ദനഭൂഷണ നൃത്യകാലേ പരികരേന കൃഷ്ണ സങ്കീർത്തന. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ചന്ദനേര ചന്ദനത്തിന്റെ, അംഗദ തോൾവളകൾ, ബാല കൈവളകൾ, ചന്ദന ചന്ദനക്കുഴമ്പിന്റെ, ഭൂഷണ അലങ്കാരങ്ങൾ, നൃത്യകാലെ നൃത്തം ചെയ്യുന്ന സമയത്ത്, ധരിക്കുക, കരേന ചെയ്യുക, കൃഷ്ണ വിവർത്തനം അവിടുന്ന് ചന്ദനം കൊണ്ടുള്ള കൈവളകളാലും തോൾവളകളാലും അലങ്കൃതനും
ചന്ദന കുഴമ്പിനാൽ അഭിഷിക്തനുമാണ്. പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിൽ നൃത്തം ചെയ്യുന്നതിനാണ് അവിടുന്ന് ഈ അലങ്കാരങ്ങൾ അണിയുന്നത്. അപ്പൊ മഹാപ്രഭു ചന്ദനം കൊണ്ടുള്ള കൈവളകൾ അണിഞ്ഞിട്ടുണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദന കുഴമ്പ് ശരീരം മുഴുവൻ പുരട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നാമസങ്കീർത്തനം ചെയ്ത് നൃത്തം ചെയ്യുമ്പോഴാണ് മഹാപ്രഭു ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾ അണിയുന്നത്. നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങേയറ്റം മേഴ്സിഫുള്ളാണ്, ദയാലുവാണ്. അതുപോലെ തന്നെ മഹാപ്രഭുവും അങ്ങേയറ്റം മേഴ്സിഫുള്ളാണ്, ഇല്ലേ, കരുണ കാണിക്കുന്നുണ്ട്. ഇപ്പം ഭഗവാൻ എന്താ ചിന്തിച്ചത്? മറ്റു യുഗങ്ങളിലെ എല്ലാവർക്കും തപസ് ചെയ്യാനും മറ്റു ഓസ്പിരിറ്റി ചെയ്യാനും ഒക്കെ സമയം ഉണ്ടായിരുന്നു, ഇല്ലേ, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ഒന്നുമേ ഇല്ല. അപ്പൊ അവരെന്നെ സ്മരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു. അപ്പൊ ഈ കലിയുഗത്തിൽ അങ്ങേയറ്റം പാപികളായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പൊ നമ്മളെയൊക്കെ ഈ പാപത്തിൽ നിന്ന് എങ്ങനെ മുക്തരാക്കാം എന്ന് ഭഗവാൻ ചിന്തിച്ചു. അതിനുള്ള എളുപ്പ വഴിയാണ് എന്ത്? ഈ കലിയുഗത്തിൽ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമ ജപമാണ്. വേറെ ഒന്നിനും ആർക്കും സമയമില്ല, താല്പര്യമില്ല, അതിനുള്ള സാഹചര്യങ്ങളും ഇല്ല. അപ്പൊ എന്തുകൊണ്ടും കലിയുഗത്തിലെ യുഗധർമ്മം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. അപ്പൊ അത് എല്ലാവർക്കും വിതരണം ചെയ്ത് എല്ലാവരെയും ഈ ഭൗതികതയിൽ നിന്ന് മുക്തരാക്കി ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് അവതരിച്ചത്. അത് എല്ലാവർക്കും യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും ഭഗവാന്റെ മേഴ്സി മഹാപ്രഭു വിതരണം ചെയ്യുകയും ചെയ്തു. അടുത്തത് 47. ഏ സഭ ഗുണലന മുനി വൈശംബായന സഹസ്രനാമേ കൈലതാൻഡ്ര നാമഗണന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹേ സപഗുണാലന മുനി വൈശംപായന സഹസ്രനാമേ കൈലതാനര നാമ ഗുണന. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 47. ഏ സഭ ഗുണാലന മുനിവംശം വൈശംപായന സഹസ്രനാമാമേ കൈല താൻഡ്ര നാമഗണന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സഹസ്രനാമേ കൈല താൻഡ്ര നാമഗണന. വിവർത്തനം. സഹസ്രനാമേ കൈലേ താൻഡ്ര നാമഗണന. ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുണങ്ങളെല്ലാം രേഖപ്പെടുത്തി വൈശംപായന മുനി വിഷ്ണു സഹസ്രനാമത്തിൽ അവിടുത്തെ നാമം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈശംപായന മുനി വിഷ്ണു സഹസ്രനാമം എഴുതി, അല്ലേ? അതില് മഹാപ്രഭുവിന്റെ ഈ ഗുണങ്ങളിലെല്ലാം ചേർത്തിട്ട് മഹാപ്രഭുവിന്റെ നാമം, പേര് അതില് വിഷ്ണു സഹസ്രനാമത്തില് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 48. ദ്വീ ലീല ചൈതന്യര ആദി ആരശേഷ ദ്വീ ലീലായ ചാരി ചാരി നാമ വിശേഷ. ഹരേ കൃഷ്ണ. ദ്വീ ലീല ചൈതന്യര ആദി ആരശേഷ ദ്വീ ലീലായ ചാരി ചാരി നാമ വിശേഷ. ഹരേ കൃഷ്ണ. ദ്വീ ലീല ചൈതന്യര ആദി ആരശേഷ ദ്വീ ലീലായ ചാരി ചാരി നാമ വിശേഷ. ഹരേ കൃഷ്ണ. ദ്വി 2. ലീല ലീലകൾ ചൈതന്യര ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആദ്യത്തെ ആര ശേഷ അവസാനത്തെ ദ്വി 2 ലീലായ ലീലകളിൽ ചാരി 4 ചാരി 4 നാമങ്ങൾ വിശേഷ വിശേഷിച്ച്. ശ്രീ ചൈതന്യന്റെ ലീലകൾക്ക് 2 വിഭാഗങ്ങളുണ്ട്. ആദ്യകാല ലീലകൾ, അതായത് ആദിലീല, പിൽക്കാല ലീലകൾ ശേഷലീല. ഈ 2 ലീലകളിൽ ഓരോന്നിലും അവിടുന്ന് 4 നാമങ്ങളുമുണ്ട്. ആദിലീല പറഞ്ഞാല് ശ്രീ ചൈതന്യ മഹാപ്രഭു ആകെ 48 വയസ്സ് വരെയാണ് ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടായിരുന്നത്. അതില് 24 വർഷം, അതായത് ഇവിടെ ഭൂമിയിൽ അവതരിച്ച 24 വയസ്സ് വരെയുള്ള ലീലകള് ആദിലീല എന്നറിയപ്പെടും. 24 മുതൽ 48 വയസ്സ് വരെയുള്ളത് അന്ത്യലീല, അതായത് ശേഷലീല എന്നും പറയും. അടുത്തത് 49. സുവർണവർണ്ണോ ഹേമാങ്കോ വരാംഗ ചന്ദനാം ഗതി സന്യാസകൃച്ഛമ ശാന്തോ നിഷ്ഠാ ശാന്തി പരായണ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 49. സുവർണവർണ്ണോ മഹാപ്രേമാങ്കോ വരാംഗ ചന്ദനാംഗതി സന്യാസ കൃച്ഛമാക്ഷാന്തോ നിഷ്ഠാശാന്തി പരായണ. ഹരേ കൃഷ്ണ. ഹരേ മാതാജി. കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. സുവർണവർണ്ണോ ഹേമാങ്കോ വരാംഗശ്ചന്ദനാംഗതി സന്യാസ കൃച്ഛമാ ശാന്തോ നിഷ്ഠാശാന്തി പരായണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വർണത്തിന്റെ വർണ്ണമുള്ള ഹേമാങ്ക, അവരുടെ ശരീരമാണോ ഉരുകിയ സ്വർണം പോലെ ആയിരുന്നത്. വര അംഗ, അത്യന്ത സുന്ദരമായ ശരീരമുള്ള. ചന്ദന അംഗതി, ചന്ദന കൊഴുമ്പിനാൽ അഭിഷേകം ചെയ്ത. സന്യാസ ജീവിതം. ശമഹ, സമചിത്തനായി. ശാന്തം, നിഷ്ഠ, ഭക്തി. ശാന്തി, സമാധാന പൂർണ്ണതയോടെയും. പരായണ, അത്യുന്നത ആശ്രയം. ആദ്യകാല ലീലകളിൽ അവിടുന്ന് സ്വർണവർണ്ണമുള്ള ഒരു ഗൃഹസ്ഥനായി പ്രത്യക്ഷപ്പെടുന്നു. അവിടുത്തെ തിരുവടലിലെ അംഗങ്ങൾ സുന്ദരമാണ്. ചന്ദന കൊഴുമ്പിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ശരീരം ഉരുക്കിയ സ്വർണം പോലെ കാണപ്പെടുന്നു. പിൽക്കാല ലീലകളിൽ അവിടുന്ന് സന്യാസം സ്വീകരിക്കുകയും സമചിത്തനും ശാന്തനുമാകുന്നു. ശാന്തിയുടെയും ഭക്തിയുടെയും അത്യുന്നത ഗേഹമായ അവിടുന്ന് അവ്യക്തിഗതവാദികളായ അഭക്തരെ നിശബ്ദനാക്കുന്നു. അപ്പം ആദ്യ ലീലയില് മഹാപ്രഭു സ്വർണ്ണ വർണ്ണമുള്ള ഒരു സാധാരണ ഗൃഹസ്ഥനെ പോലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ആ മഹാപ്രഭുവിന്റെ തിരുവടലിലെ ശരീരം, അതായത് അംഗങ്ങളിലെ അവയവങ്ങൾ, അതായത് ശരീരത്തിലെ അവയവങ്ങൾ അങ്ങേയറ്റം മനോഹരമാണ്. അതുപോലെ തന്നെ ശരീരം മുഴുവൻ ചന്ദന കുഴമ്പ് പുരട്ടിയിട്ടുണ്ട്. ആകപ്പാടെ ആ സ്വർണ്ണ നിറം പോലെയാണ് മഹാപ്രഭുവിനെ കണ്ടാൽ കാണപ്പെടുന്നത്. പിന്നീടാണെങ്കിൽ അന്ത്യലീല, അതായത് ആദ്യലീല കഴിഞ്ഞ് ബാക്കിയുള്ള സമയം 24 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള കാലയളവില് മഹാപ്രഭു സന്യാസിയായി. എന്തിനു വേണ്ടിയിട്ട്? മഹാപ്രഭുവിന് മനസ്സിലായി താന് ഗൃഹസ്ഥനായിക്കൊണ്ട് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ഭക്തിയെ കുറിച്ചും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ ആരും അതത്ര സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് എടുക്കില്ല. ഒരു സന്യാസി എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങള് അത് അതേപടി സ്വീകരിക്കും. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് മഹാപ്രഭു സന്യാസ ദീക്ഷ എടുത്തിട്ട് പിന്നീട് പ്രചരണത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത്. മഹാപ്രഭു വളരെ ശാന്തനായിട്ടാണ് കാണപ്പെടുന്നത്. ശാന്തിയുടെയും ഭക്തിയുടെയും അത്യുന്നത ഗേഹമായി അവിടുന്ന് അവ്യക്തിഗതവാദികളായ അഭക്തരെ നിശബ്ദനാക്കും. ധാരാളം അന്ന് എല്ലാവരും തന്നെ മായാവാദികളാണ്. ശങ്കരാചാര്യരുടെ സമ്പ്രദായം പിന്തുടരുന്നവരാണ്. ശങ്കരാചാര്യര് പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ തെറ്റാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ, നിങ്ങൾ ഭഗവാനെ ഭജിക്കൂ എന്ന് പറഞ്ഞിട്ട് ആരും അത് കൈക്കൊണ്ടില്ല. ശങ്കരാചാര്യര് തെറ്റാണ് എന്ന് പറഞ്ഞതൊക്കെ എല്ലാവരും ഇന്നും അത് ഉയർത്തിപ്പിടിച്ച് കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ മായാവാദം കൊടുപിരിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത്. മായാവാദികളെയൊക്കെ നിശബ്ദരാക്കി മഹാപ്രഭു നമുക്ക് കാണാം. നമുക്ക് മഹാപ്രഭുവിന്റെ ലീലകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാം പ്രകാശാനന്ദ സരസ്വതി, സാർവഭൗമ ഭട്ടാചാര്യ, ഇവരൊക്കെ മായാവാദത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നവരാണ്. അവരെയൊക്കെ അടിച്ച് താഴെയിടുകയാണ് ചെയ്തത്. വളരെ രസകരമായിട്ടുള്ള ലീലകളാണ്. അത് നമുക്ക് പോകെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ മായാവാദികളെ എല്ലാം നിശബ്ദരാക്കുകയാണ് മഹാപ്രഭുവിന്റെ സങ്കീർത്തനം കൊണ്ട് മാത്രം, വേറെ ആയുധങ്ങളൊന്നും എടുത്തില്ല. ഈ സങ്കീർത്തനം കൊണ്ട് മാത്രം എല്ലാവരെയും താഴേക്ക് ഇടുകയാണ്, എല്ലാം പരിശാക്കുകയാണ് ചെയ്തത് മായാവാദത്തെ. ഇത് മഹാഭാരതത്തിൽ നിന്നുള്ള ശ്ലോകമാണ്. ദാനധർമ്മ വിഷ്ണു സഹസ്രനാമ സ്തോത്രം എന്ന ഭാഗത്തിൽ നിന്ന് ശ്രീ ബലദേവ വിദ്യാഭൂഷണൻ തന്റെ നാമാർത്ഥ സുധ എന്ന വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനത്തിൽ ഉപനിഷത്തുകൾ നൽകുന്ന തെളിവുകൾ അനുസരിച്ച് ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ എന്ന് ഉറപ്പിച്ചു പറയുന്നു. സുവർണവർണ്ണ എന്നാല് സ്വർണത്തിന്റെ നിറമുള്ള, തങ്കം പോലുള്ള തിരുമേനി എന്നാണ് അർത്ഥമെന്ന് അദ്ദേഹം വിശദീകരിക്കും. യഥാ പശ്യതേ രുക്മവർണം കർത്താരം ഈശം പുരുഷം ബ്രഹ്മയോനി, ഇത് മുണ്ടക ഉപനിഷത്തിൽ പറയുന്നതാണ് എന്ന വൈദിക അനുശാസനവും ഉദ്ധരിക്കുന്നു. രുക്മവർണം, കർത്താരം, ഈശം എന്നീ പദങ്ങൾ ഉരുക്കിയ സ്വർണവർണ്ണമുള്ള പരമദിവ്യോത്തമ പുരുഷനെയാണ് പ്രതിപാദിക്കുന്നത്. പുരുഷം എന്നാൽ
പുരുഷൻ എന്നാൽ പരമപുരുഷനായ ഭഗവാൻ എന്നും ബ്രഹ്മയോനി അവിടുന്ന് പരബ്രഹ്മമാണെന്നും സൂചിപ്പിക്കുന്നു. ഈ തെളിവുകളും മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനാണെന്ന് സ്പഷ്ടമാക്കുന്നു. ഹൃദയഹാരിയാണെന്നും സുവർണവർണ്ണ എന്ന പദം ധ്വനിപ്പിക്കുന്നു. വരാംഗ എന്നാല് അനുപമമായ സൗന്ദര്യം, ശ്രേഷ്ഠമായ ശരീരത്തോട് കൂടിയവൻ എന്നാണെന്ന് ശ്രീല ബലദേവ വിദ്യാഭൂഷണൻ വിശദീകരിക്കുന്നു. ശ്രീ ചൈതന്യൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചത് തന്റെ ദൗത്യം പ്രചരിപ്പിക്കുവാനായിരുന്നു. അവിടുത്തെ സമചിത്തതയ്ക്ക് നാനാവിധ അർത്ഥങ്ങളുണ്ട്. സമചിത്തത എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരേപോലെ പെരുമാറുക. ഇതിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത് പരമപുരുഷനായ ഭഗവാന്റെ രഹസ്യ സത്യം വിവരിക്കുന്നു. ഭഗവാൻ ആരാണ് എന്ന് ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തേത് അവിടുന്ന് കൃഷ്ണജ്ഞാനത്താലും ഭക്തിയാലും എല്ലാവരെയും സംതൃപ്തരാക്കുന്നു. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എല്ലാവർക്കും പകർന്നു കൊടുത്തു. അതുപോലെ തന്നെ ഭക്തി, കൃഷ്ണഭക്തി ഉടനീളം പ്രചരിപ്പിച്ചു. പിന്നെ അവിടുന്ന് ശാന്തിപരായണനുമാണ്. ആയുധങ്ങളൊന്നുമേ എടുത്തില്ല. തിരുനാമം മാത്രമാണ് മഹാപ്രഭുവിന്റെ ആയുധം എന്ന് പറയുന്നത്. ആ ആയുധം ഉപയോഗിച്ചിട്ടാണ് എല്ലാവരെയും ഭക്തിയിലേക്ക് കൊണ്ടുവന്നത്. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണന്റെ സേവനത്തോട് ബന്ധമില്ലാത്ത എല്ലാ വിഷയവും അവിടുന്ന് പരിത്യജിക്കുന്നു. ഭഗവാന്റെ സേവനം, ഭഗവാനെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് നമ്മളെ പഠിപ്പിച്ചത്. നിഷ്ഠ എന്ന വാക്ക് അവിടുന്ന് ശ്രീകൃഷ്ണന്റെ ദിവ്യനാമ കൃഷ്ണന്റെ സേവനത്തോട് ബന്ധമില്ലാത്ത എല്ലാ വിഷയവും അവിടുന്ന് പരിശീലിക്കുന്നു. ഭഗവാന്റെ സേവനവുമായിട്ട് ബന്ധപ്പെടാത്ത ഒന്നിനെയും മഹാപ്രഭു സ്വീകരിച്ചിരുന്നില്ല. നിഷ്ഠ എന്ന് പറഞ്ഞാല് അവിടുന്ന് ശ്രീകൃഷ്ണന്റെ ദിവ്യനാമ കീർത്തനത്തിൽ അയവില്ലാതെ ഉറച്ചിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ശ്രീ ബലദേവ വിദ്യാഭൂഷണൻ വിശദീകരിച്ചിട്ടുള്ളത്. നിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, കൃത്യനിഷ്ഠ വേണം, സാധനയില്ല എന്ന്. മഹാപ്രഭു സദാസമയം ആ കൃഷ്ണ കൃഷ്ണ എന്ന് ഉരുവിട്ടുകൊണ്ടാണ് നടന്നിരുന്നത്. ഒരു നിമിഷം പോലും മഹാപ്രഭു നാമം ജപിക്കാതെ കഴിച്ചു കൂട്ടിയിരുന്നില്ല. ഗംഭീരയില് നമുക്കറിയാം, പുരിയില് പോയിട്ടുള്ളവർക്കറിയാം, ഗംഭീര ഉണ്ട്, ഇന്നുമുണ്ട് ഗംഭീര, മഹാപ്രഭു താമസിച്ചിരുന്ന സ്ഥലം. ആ ഗംഭീരയില് മഹാപ്രഭു രാവിലെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നാവും ചുണ്ടും കൂടി ചേർത്ത് കടിച്ചു പിടിക്കും. അപ്പൊ അവിടെ ഗോപാലൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ബാത്റൂമിൽ പോകുമ്പോ നാവ് ഇങ്ങനെ കടിച്ചു പിടിക്കുന്നത്? അപ്പൊ മഹാപ്രഭു പറഞ്ഞു, അതെ, ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഭഗവാന്റെ തിരുനാമം ജപിക്കാതിരിക്കാനാണ് എന്ന് പറഞ്ഞ ആ സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എടുത്തപടിയെ കുട്ടി എന്താ ചോദിച്ചത്? അപ്പൊ ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോഴാണ് നമ്മളുടെ ജീവൻ പോകുന്നതെങ്കിൽ നാമം ജപിക്കില്ലേ എന്നാണ് ആ കുട്ടി തിരിച്ചു ചോദിച്ചത്. ഇത് മഹാപ്രഭുവിന്റെ കണ്ണു തുറപ്പിച്ചു. അപ്പൊ മഹാപ്രഭു ആ കുട്ടിക്ക് എന്താണ് വിളിച്ചത്? ഗുരു, ഗോപാല ഗുരു എന്ന് പേരിടുകയാണ് ചെയ്തത്. സ്വയം ഭഗവാന്റെ പോലും കണ്ണു തുറപ്പിച്ച കുട്ടിയാണ്. അതുകൊണ്ടാണ് ഗുരു എന്ന സ്ഥാനം ആ കുട്ടിക്ക് കൊടുത്തത്. അത് പിന്നീട് ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല. ഞാൻ ഗോപാല ഗുരുവിനെ കുറിച്ച് കഥ പറഞ്ഞതാണ്. അദ്ദേഹം വളരെ പ്രശസ്തനാവുകയും ചെയ്തു. ഭക്തിയുടെ സേവനത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന എല്ലാ എതിരാളികളെയും, പ്രത്യേകിച്ചും ഭഗവാന്റെ സാകാര സവിശേഷതയുടെ വിമുഖതയുള്ള വ്യക്തിശൂന്യവാദികളെയും ചൈതന്യ ഭഗവാൻ കീഴടക്കി. അതായത് ഭഗവാൻ ഇല്ല, അല്ലെങ്കിൽ ഭഗവാന് രൂപമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളെ പോലും മഹാപ്രഭു കീഴടങ്ങി, തിരുനാമ ജപം കൊണ്ട് കീഴടക്കി. ഇനി അടുത്തത് 50-ാമത്തെ ശ്ലോകം. വ്യക്തകരി ഭാഗവതേ കഹേ ബാര ബാര കലിയുഗേ ധർമ്മ നാമ സങ്കീർത്തന സാര. ഹരേ കൃഷ്ണ. വാസുദേവായ. ശ്ലോകം 50. ഭക്തഹരി ഭഗവതേ കഹേ പാരബാര കലിയുഗേ ധർമ്മ നാമ സങ്കീർത്തന സാര. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മഹാപ്രഭു എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തി, കൃഷ്ണ ഭക്തി വിതരണം ചെയ്തു. ഭഗവാൻ ആരാണ്, കൃഷ്ണ തത്വം എന്താണെന്ന് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തു മഹാപ്രഭു.
എല്ലാവരും സമാധാനത്തോടെ കഴിയണമെന്ന് എങ്ങനെ ഭഗവാനെ സംതൃപ്തനാക്കാം? സേവന പ്രക്രിയയിലൂടെ മാത്രമേ ഭഗവാൻ സന്തുഷ്ടനാകുകയുള്ളൂ എന്ന് മഹാപ്രഭു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കണം നമ്മളുടെ പ്രവൃത്തികളെല്ലാം എന്ന് നമ്മളെ മനസ്സിലാക്കിച്ചതും ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. അപ്പം ഹരിനാമ സങ്കീർത്തനമാണ് കലിയുഗത്തിലെ ധർമ്മം എന്ന് നമ്മളെ വീണ്ടും 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 പറഞ്ഞ് മനസ്സിലാക്കുകയാണ് മഹാപ്രഭു ചെയ്തത്. 51 ഇതി ദ്വാപര ഉർവീശ സ്തുവന്തി ജഗദീശ്വരം നാനാതന്ത്രവിധാനേന കലാവപി യഥാ ശൃണു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 51. ഇതീതാപര ഉർവീശ സ്തുവന്തി ജഗദീശ്വരം നാനാതന്ത്രവിധാനേന കലാവപി യഥാ ശൃണു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി ദ്വാപര ഉർവീശ സ്തുവന്തി ജഗദീശ്വരം നാനാതന്ത്രവിധാനേന കലാവപി യഥാ ശൃണു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇത് ഇപ്രകാരം ദ്വാപരയുഗത്തിൽ ഉർവീശ അല്ലയോ രാജാവേ, സ്തുതിക്കുന്നു ജഗദീശ്വരൻ നാനാവിധത്തിലുള്ള തന്ത്ര വേദശാസ്ത്രങ്ങളുടെ വിധാനേന വ്യവസ്ഥിതികളാൽ കലിയുഗത്തിൽ അതും ഏത് വിധത്തിൽ ശൃണു ദയവായി കേൾക്കുക. വിവർത്തനം. അല്ലയോ രാജാവേ, ദ്വാപരയുഗത്തിൽ ജനങ്ങൾ ജഗദീശ്വരനെ ഇപ്രകാരം ആരാധിച്ചു വന്നു. കലിയുഗത്തിലും ശാസ്ത്രവിധി പ്രകാരം ജനങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നു. ദയവായി അതേക്കുറിച്ച് ഇപ്പോൾ എന്നിൽ നിന്ന് ശ്രവിക്കുക. ഇത് കരഭാജന മുനി പറയുന്നതാണ്. ഇത് അതായത് ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനെ ഇതുപോലെയാണ് ആരാധിച്ചു വന്നത്. കലിയുഗത്തിലും ശാസ്ത്രവിധി പ്രകാരം ജനങ്ങൾ ഭഗവാനെ ആരാധിക്കും. അതേക്കുറിച്ച് ഇനി ഞാൻ പറയാൻ പോവുകയാണ്. ദയവായി അത് ശ്രവിച്ചാലും കേൾത്താലും. ഇനി അടുത്തത് 52. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാംഗോപാംഗാസ്ത്ര പാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായേ യജന്തി ഹി സുമേധസ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാംഗോപാംഗാസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായേ യജന്തി ഹി സുമേധസ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണവർണം ദിശാകൃഷ്ണം സങ്കോപാംഗസ്ത്രപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായേർ യജന്തി ഹി സുമേധസ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. വായിച്ചട്ടെ മാതാജി? വായിച്ചോളൂ. ഹരേ കൃഷ്ണ. കൃഷ്ണവർണം ദ്വിഷാകൃഷ്ണം സങ്കോപാംഗാസ്തപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രായൈർ യജന്തി ഹി സുമേധസഃ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 52. കൃഷ്ണവർണം ദശാകൃഷ്ണം സാംഗോപാംഗപാർഷദം യജ്ഞൈ സങ്കീർത്തന പ്രയർ ജയന്തി ഹി സുമേധസ. ഹരേ കൃഷ്ണ. കലിയുഗത്തിൽ കൃഷ്ണന്റെ തിരുനാമങ്ങൾ സദാ കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവത് അവതാരത്തെ സുബുദ്ധിയുള്ളവർ നാമസങ്കീർത്തന യജ്ഞത്തിലൂടെ ആരാധിക്കുന്നു. അവിടുത്തെ ദിവ്യ രൂപത്തിന് കൃഷ്ണ നിറം അല്ലെങ്കിലും അവിടുന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ. സ്വന്തം സഹചരന്മാരും ഭൃത്യന്മാരും അസ്ത്രങ്ങളും പാർഷദന്മാരും അവിടുന്ന് അകമ്പടി സേവിക്കുന്നു. ഇതിന്റെ ഭാവാർത്ഥം വലുതാണ്. അപ്പൊ കലിയുഗത്തിലെ ഭഗവാന്റെ തിരുനാമ ജപമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. യുഗധർമ്മമാണ്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഭഗവാന്റെ ആ അവതാരത്തെ എങ്ങനെയാണ് ആരാധിക്കുന്നത്? തിരുനാമത്തിലൂടെ. നാമ അവതാരമാണ് കലിയുഗത്തില്. മഹാപ്രഭു അതിനായിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ നാമ അവതാരത്തെ ബുദ്ധിയുള്ളവരെ സങ്കീർത്തനത്തിലൂടെ, തിരുനാമ സങ്കീർത്തനം കൊണ്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്.
ഭഗവാന്റെ ആ ദിവ്യ രൂപത്തിന്, മഹാപ്രഭുവിന്റെ ദിവ്യമായിട്ടുള്ള രൂപത്തിന് കറുപ്പ് നിറമല്ല, കൃഷ്ണ നിറമല്ലെങ്കിലും അവിടുന്ന് സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. എങ്ങനെയാണ് സ്വന്തം സഹചരന്മാരോടും ഭൃത്യന്മാരോടും അസ്ത്രങ്ങളും പാർഷദന്മാരും ഒക്കെ മഹാപ്രഭുവിനെ അകമ്പടി സേവിക്കുന്നുണ്ട്. പക്ഷെ മഹാപ്രഭു ഈ അസ്ത്രങ്ങളോ മറ്റു ആയുധങ്ങളോ ഒന്നുമേ എടുത്തിട്ടില്ല, ഇല്ലേ? ജഗായി മഥായിമാരെ വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ ഒരു തവണ മാത്രമാണ് സുദർശന ചക്രം പ്രയോഗിക്കാൻ തുടങ്ങിയത്. അത് നിത്യാനന്ദ പ്രഭു തടയുകയും ചെയ്തു. അല്ലാതെ മഹാപ്രഭു ആയുധം എടുത്തിട്ടില്ല. എങ്ങനെയുള്ള ആയുധമാണ്? തിരുനാമം, ഭഗവാന്റെ തിരുനാമമാകുന്ന ആയുധം കൊണ്ടാണ് കലിയുഗത്തിലെ പതിതാത്മാക്കളായിട്ടുള്ള എല്ലാവരെയും തന്നെ കീഴടക്കിയത്. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നാണ്. ഈ ശ്ലോകം നിങ്ങൾ ബൈഹാർട്ടാക്കണം കേട്ടോ. ഇത് 3-4 പ്രാവശ്യം വായിച്ചാൽ അത് നമുക്ക് കാണാതെ ഉരുവിടാവുന്നതാണ്. ശ്രീല ജീവ ഗോസ്വാമി തന്റെ ക്രമസന്ദർഭം എന്നറിയപ്പെടുന്ന ഭാഗവത വ്യാഖ്യാനത്തിൽ ഈ ശ്ലോകം വിശദീകരിച്ചിട്ടുണ്ട്. കൃഷ്ണൻ സ്വർണവർണ്ണത്തിലും പ്രത്യക്ഷനാകുന്നുണ്ട്. കറുപ്പ് നിറത്തിൽ മാത്രമല്ല, ഓരോ യുഗത്തിലും ഓരോ നിറമാണ്. കലിയുഗത്തില് സുവർണ നിറത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ സുവർണ കൃഷ്ണൻ ഈ യുഗത്തിൽ വിവേകശാലികളാൽ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ ചൈതന്യനാണ്. ബുദ്ധിയുള്ളവരാല് ആരാധിക്കപ്പെടുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ യുഗത്തില് അവതരിച്ചത്. ശ്രീമദ് ഭാഗവതത്തിൽ ഗർഗമുനിയാലും ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൃഷ്ണന് ശ്യാമവർണ്ണമാണെങ്കിലും അവിടുന്ന് മറ്റു 3 വർണ്ണങ്ങളിൽ കൂടി ചുവപ്പ്, വെളുപ്പ്, മഞ്ഞ പ്രത്യക്ഷമാകുന്നുവെന്ന് മുനി പറയുന്നു. അതായത് ഓരോ യുഗത്തിലും ഓരോ നിറത്തിലാണ്. ശുക്രവർണവും രക്തവർണവും യഥാക്രമം സത്യയുഗത്തിലാണ്. ത്രേതായുഗത്തിലും പ്രദർശിപ്പിച്ചു. അവശേഷിച്ച സുവർണ പീതവർണം ഗൗരഹരി എന്നറിയപ്പെടുന്ന ചൈതന്യ മഹാപ്രഭുവായി പ്രത്യക്ഷപ്പെടുന്നത് വരെ കൃഷ്ണൻ പ്രദർശിപ്പിച്ചതേയില്ല. കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞാല് കറുപ്പ് നിറം. കൃഷ്ണനെ സദാ വർണ്ണിക്കുന്ന ശ്രീകൃഷ്ണ ചൈതന്യൻ തന്നെ എന്നാണ് സാരമെന്ന് ശ്രീല ജീവ ഗോസ്വാമി വിശദീകരിക്കുന്നു. അപ്പൊ കൃഷ്ണവർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണ് സ്മരിക്കേണ്ടത്? മഹാപ്രഭുവിനെ സ്മരിക്കണം. കൃഷ്ണവർണ്ണവും കൃഷ്ണ ചൈതന്യനും സമമാണ്. കൃഷ്ണ എന്ന നാമം കൃഷ്ണ ഭഗവാനിലും ശ്രീകൃഷ്ണ ചൈതന്യനിലും ഉണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണെങ്കിലും എല്ലായ്പ്പോഴും കൃഷ്ണനെ വർണ്ണിക്കുന്നതിലും അവിടുത്തെ നാമരൂപങ്ങൾ കീർത്തിക്കുന്നതിലും സ്മരിക്കുന്നതിലും ഒഴുകി അതീന്ദ്രിയ പരമാനന്ദം ആസ്വദിക്കുന്നു. പരമസത്യത്തിന്റെ സർവോच्च ശിഖരത്തെ ലോകർക്കിടയിൽ പ്രചരിപ്പിക്കുവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ചൈതന്യ ഭഗവാനായിട്ട് അവതരിക്കുന്നത്. അപ്പൊ 5000 വർഷം മുൻപുള്ള ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ബുദ്ധിയുള്ളവരെ ഭഗവാനെ ആരാധിക്കും. അതായത് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കും. എങ്ങനെ? മഹാപ്രഭുവിന്റെ രൂപത്തില് ശ്രീകൃഷ്ണ ഭഗവാനെ ബുദ്ധിയുള്ളവരെ ആരാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ കലിയുഗത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ്? അവര് 4 കാര്യങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ആഹാര, നിദ്ര, ഭയമൈഥുനം. ഇത് മാത്രമാണ് എല്ലാവർക്കും കലിയുഗത്തിലെ ജനങ്ങൾക്ക് താല്പര്യം. ഇതിൽ നിന്ന് പുറത്തു കിടക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇത് എല്ലാവരും ഉണ്ട്. മൃഗങ്ങളും ഈ ആഹാരം, നിദ്ര, ഭയമൈഥുനം അവരും ചെയ്യുന്നുണ്ട്, ഇല്ലേ? നമ്മള് ജീവാത്മാക്കൾ, അത് മനുഷ്യരെന്താ ചെയ്യുന്നത്? കുറച്ചും കൂടി ശ്രേഷ്ഠമായ രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസം മാത്രം. മൃഗങ്ങൾക്ക് തിരിച്ചറിവില്ല, അവരെ നടു റോഡിലും ഇതെല്ലാം ചെയ്യും, ഇല്ലേ? നമ്മൾ ശ്രേഷ്ഠരാണെന്ന് ഭാവിക്കുന്ന നമ്മള് കുറച്ചും കൂടി മെച്ചപ്പെട്ട സൗകര്യത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ നമ്മള് മറ്റു ജീവജാലങ്ങളും തമ്മില് ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം വിട്ടിട്ട് നമ്മള് ബുദ്ധിപൂർവം നമ്മള് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കലിയുഗത്തിൽ, ഈ യുഗത്തിൽ നിന്ന്, കലിയുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വലിയ വലിയ ധനാഢ്യന്മാരെന്താ ചെയ്യുന്നത്? പുറത്തു പോകുമ്പോ ബോഡി ഗാർഡ്സ് ഉണ്ടാവാം, കയ്യില് തോക്കുകൾ ഉണ്ടാവാം. ഇതൊക്കെ ബുദ്ധിയുള്ളവരെ അനുകരിക്കുമോ? ഒരിക്കലുമില്ല. അവരുടെ ആയുധം എന്തായിരിക്കും? അവര് സദാസമയം ഭഗവാന്റെ തിരുനാമം ജപിച്ച് നടക്കുകയാണ് ചെയ്യുക. അപ്പൊ അവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ളവരോടൊപ്പം ഭഗവാൻ ഉണ്ടാവും. അപ്പൊ ഭഗവാൻ കൂടെയുള്ളവർക്ക് എന്തിനെ ഭയപ്പെടാനാണ്? ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ കൃഷ്ണൻ ഇതേവരെയും വരാത്ത നിറത്തിലാണ് ഈ കലിയുഗത്തില് അവതരിച്ചിട്ടുള്ളത്. അതായത് പീത നിറത്തില്, മഞ്ഞ നിറത്തിൽ, സുവർണ നിറത്തിലാണ്.
നിത്യ പാർഷദരാണ്. ആയുധങ്ങളൊക്കെ ആരാണ്? മഹാപ്രഭുവിനോടൊപ്പമുള്ള പാർഷദരാണ്. ആയുധം എന്ന് പറയുന്നത് ഒന്ന് മഹാപ്രഭുവിന്റെ സൗന്ദര്യം. ആ മഹാപ്രഭുവിനെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എത്ര പരിതാത്മാക്കളായാലും മഹാപ്രഭുവിന്റെ പാദത്തിൽ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത്ര തേജസ്സാണ് മഹാപ്രഭുവിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത് തിരുനാമം. ഇങ്ങനെ രണ്ട് ആയുധങ്ങളാണ് മഹാപ്രഭുവിന്റെ കയ്യില് ഉള്ളത്. അപ്പൊ ആരൊക്കെ മഹാപ്രഭുവിനെ ആശ്രയിച്ചു അവർക്കെല്ലാം ഈ ഭൗതികമായിട്ടുള്ള വ്യവഹാരത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സവിശേഷ ബുദ്ധി, അതായത് മഹാപ്രഭുവിന്റെ കൃപ എല്ലാവർക്കും മഹാപ്രഭു കൊടുത്തിരുന്നു. ഇന്ന ജാതിയെന്നോ മതമെന്നോ അല്ലെങ്കിൽ മൃഗങ്ങളെന്നോ മനുഷ്യരെന്നോ ഒന്നുള്ള യാതൊരു തരത്തിലുള്ള വ്യത്യാസവും മഹാപ്രഭു കാണിച്ചിരുന്നില്ല. ശ്രീ ചൈതന്യൻ എല്ലായ്പ്പോഴും കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യുകയും അതേക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് കൃഷ്ണൻ തന്നെ ആയതിനാൽ അവിടുന്ന് സന്ധിക്കുന്നവരെല്ലാം സ്വയമേവ കൃഷ്ണന്റെ ദിവ്യനാമം ജപിക്കുകയും പിന്നീട് അതേക്കുറിച്ച് മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പം മഹാപ്രഭു സ്വയം കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് മഹാപ്രഭുവിനെ ആരൊക്കെ കണ്ടുമുട്ടിയാലും അവർക്ക് മഹാപ്രഭുവിന്റെ മേഴ്സി കിട്ടിയിരുന്നു. അങ്ങനെ അവരും എന്തു ചെയ്യും? ഭഗവാന്റെ ദിവ്യനാമം തിരുനാമം ജപിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് അവരെ ജപിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. സ്വയം ജപിക്കുക മാത്രമല്ല മറ്റുള്ളവരെ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കീർത്തനം ചെയ്യുന്നവനെ അതീന്ദ്രിയ ആനന്ദത്തിൽ അലിയിക്കുന്ന ദിവ്യമായ കൃഷ്ണാവബോധം അവിടുന്ന് ഒരുവനിൽ സന്നിവേശിപ്പിക്കുന്നു. നമ്മളെ സങ്കീർത്തനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ് അനുഭവപ്പെടുക, ഇല്ലേ? ആ ആനന്ദം സ്വയം അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് കീർത്തനം ചെയ്യുമ്പോൾ അവർക്ക് ആനന്ദം അനുഭവിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് കരുണമയനായിരുന്നു മഹാപ്രഭു. എല്ലാവർക്കും മുൻപിൽ നേരിട്ടോ അല്ലെങ്കിൽ ശബ്ദരൂപത്തിൽ അവിടുന്ന് കൃഷ്ണനായി അവതരിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും മുമ്പില് സ്വയം ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് കാണുന്ന മാത്രയിൽ ഒരുവൻ കൃഷ്ണ ഭഗവാനെ സ്മരിക്കുന്നു. അതുകൊണ്ട് ഒരുവൻ മഹാപ്രഭുവിനെ വിഷ്ണു തത്വമായി സ്വീകരിക്കണം. ഇനിയും വ്യക്തമായി പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ്. മഹാപ്രഭുവിനെ ആര് കണ്ടാലും അവർക്കപ്പം ശ്രീകൃഷ്ണ ഭഗവാനെ ഓർമ്മ വരും. അതുകൊണ്ട് മഹാപ്രഭുവിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? വിഷ്ണു തത്വം അല്ലെങ്കിൽ കൃഷ്ണ തത്വമായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഒന്നുകൂടി പറഞ്ഞാല് ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഏതെല്ലാം രീതിയിൽ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് മഹാപ്രഭു എന്ന് വീണ്ടും 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 നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സമയമില്ല, ആ പാരഗ്രാഫ് എടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, ഈ 52ാമത്തെ ശ്ലോകം അല്ലേ കാണാതെ പഠിക്കുന്നത്? അതെ അതെ, 52. അത് തന്നെ 52. അതെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Any comments? ഹരേ കൃഷ്ണ. സ്പീഡ് കൂടിയോ? ഇല്ല മാതാജി, ഹരേ കൃഷ്ണ. ഇല്ല ബ്രോ, ഇല്ല സ്പീഡില്ല. സംശയമൊന്നും വരാത്ത തരത്തിൽ ക്ലിയർ ആയിട്ടാണ് മാതാജി പറയുന്നത്. ഒന്നും ഇട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മെങ്കിൽ ഇട്ടതാ. ഹരേ കൃഷ്ണ. എല്ലാരും വരിക. മാതാജി വളരെ സിൻസിയർ ആയിട്ട് എല്ലാം ഫോട്ടോ എടുത്ത് നമുക്ക് വേണ്ടി ഇന്നലെ തന്നെ ഇട്ട് നമുക്കിത് ചെയ്യുന്നുണ്ട്. നമ്മളും അതേ സിൻസിയാരിറ്റി കാണിക്കണം. എല്ലാവരും അത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക. ഹരേ കൃഷ്ണ. മാതാജിയുടെ ആദരവപൂർവ്വം മാതാജിക്കും മാതാജി കുടുംബത്തിനും വേണ്ടിയിട്ട് നമ്മൾ 2 പ്രാവശ്യം
അതൊരു പൂർവ്വം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ 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 ഹരേ രാമ ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ കൃപാ പതിതാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനേകോടി വൈഷ്ണവൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തനയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശ്രീല പ്രഭുപാദയ്ക്ക് ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ മത ജീവിതം